ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് വയർ അറുത്ത് വിട്ടിരിക്കുകയാണ് ആൻ്റണിയും ശ്രുതിയും കൂടി ചേർന്നിട്ട്. ആൻ്റണി ചെയ്തത് പ്രകാരം സച്ചി പോയിട്ട് ബ്രേക്ക് ഇല്ലാതെ പോയി ഇടിക്കുന്നത് അരുണെന്ന് പറഞ്ഞ ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ ബൈക്കിനിട്ടാണ് കേട്ടോ. എന്നാൽ അയാളത് വൈരാഗ്യപൂർവ്വം സച്ചിയുമായിട്ട് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിയെ മനഃപൂർവ്വം കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് സച്ചിയുടെ ലൈസൻസ് വരെ കട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഈ താക്കോല് മറ്റെങ്ങു നിന്നുമല്ല തൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ്, അത് നമ്മുടെ ഭാമയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ട് ഭാമയിൽ നിന്നും ശ്രുതിയാണ് ഇത് ചെയ്തതെന്നും കയ്യോടുകൂടി തന്നെ ഭാമയും ശ്രുതിയൊക്കെ പിടികൂടുന്ന ഒരടിപൊളി എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഇൻസ്പെക്ടർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ അവരുടെ സച്ചിയുടെ കാർ എടുത്തുകൊണ്ട് വരാൻ പോയിട്ട് ഒരു കോൺസ്റ്റബിളിന് ഒരു മൺഭിത്തിയിൽ ബ്രേക്ക് കിട്ടാതെ ഇടിച്ചിട്ട് അയാളുടെ കൈ ഒടിയുന്നുണ്ട്. അങ്ങനെ ഒരു മെക്കാനിക്കിനെയും കൂട്ടിയാണ് പിന്നീട് ബ്രേക്ക് വയർ എല്ലാം റെഡിയാക്കിയിട്ട് ആ കോൺസ്റ്റബിൾ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. എന്നാൽ ഇതൊന്നും ഇൻസ്പെക്ടർ അടുത്ത് പറയാൻ പാടില്ല, ബ്രേക്ക് ഇല്ലായിരുന്നു എന്നുള്ളത്. അവൻ അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഇടിക്കാൻ വന്നതെന്ന് പറയണമെന്നും പറഞ്ഞ് അരുണാണെങ്കിൽ ആ കോൺസ്റ്റബിളിനെയും പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇൻസ്പെക്ടർ വരുന്ന സമയത്ത് സച്ചിയും രേവതിയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഈ ആക്സിഡൻറ്റ് പറ്റിയ ആ കോൺസ്റ്റബിളിനോട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് തൻ്റെ കൈക്ക് എന്ത് പറ്റിയതാണെന്നേ, എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. എന്നാൽ അതിന് മറുപടി പറയുന്നത് അരുണാണ്. അരുണെന്ന് പറഞ്ഞ ആ പോലീസുകാരനാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല സാർ, അതൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ഫ്രാക്ചറേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവർ പോസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് താനൊരു 2 ആഴ്ച റെസ്റ്റ് എടുത്ത് ഫുള്ള് ശരിയായിട്ട് വന്നാൽ മതിയെന്നേ. ഇത് കേൾക്കുമ്പോൾ സച്ചിയും രേവതിയും കൂടി പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി വരികയാണ്. രേവതി പറയുന്നുണ്ട് സാർ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോ സാർ പ്ലീസ് സാർ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഇൻസ്പെക്ടർ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളോട് ആരാണ് ഉള്ളിലേക്ക് കയറി വരാൻ പറഞ്ഞത്? തനിക്ക് ഞാൻ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ തവണ എന്തായാലും അത് പ്രതീക്ഷിക്കേണ്ടെന്ന് സച്ചിക്ക് വാണിങ്ങും കൊടുക്കുന്നുണ്ട്. ഇതോടാകുമ്പോൾ നമ്മുടെ അരുണിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷമാണ് കേട്ടോ. രേവതിയാണെങ്കിൽ ആ കോൺസ്റ്റബിളുടെ കാലിൽ പോയി വീഴാണ്. സാർ പ്ലീസ് സാർ, ഇത് സച്ചിയേട്ടൻ്റെ ഉപജീവന മാർഗമാണ് സാർ, ആ വണ്ടിയും ഈ ലൈസൻസും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കാണുമ്പോഴേക്കും ഇൻസ്പെക്ടർ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ അയാളുടെ കാലിൽ വീഴുന്നത്? നിങ്ങളോടെ പുറത്ത് നിൽക്കാനല്ലേ പറഞ്ഞത്? ദേ ഇവനെ പിടിച്ചിട്ട് ലോക്കപ്പിൽ ഇടുമെന്നും പറഞ്ഞിട്ട് സച്ചിയെ പിടിച്ചിടാൻ പറയാണ് കേട്ടോ. എന്നാൽ രേവതി വീണ്ടും സാർ, എൻ്റെ സച്ചിയേട്ടൻ പാവമാണ് സാർ, ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവവും ചെയ്യില്ല സാർ, ഇത് സച്ചിയേട്ടൻ എൻ്റെ കാറെന്ന് പറയുന്നത് സച്ചിയേട്ടൻ്റെ ജീവനാണ് സാർ, സത്യം അതല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതും ഒരു പോലീസുകാരനെയാണ് ഇടിച്ച് കൊല്ലാൻ നോക്കിയിരിക്കുന്നത്. എന്തായാലും ഇവന് ഇനി ആജീവനാന്തം വണ്ടി ഓടിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ ആ കോൺസ്റ്റബിളിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മകള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഡെലിവറി പെയിനായിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ വരാനേ, ഞാൻ എത്തിക്കോളാം, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോന്നും പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം വീണ്ടും നമ്മുടെ രേവതി ആണെങ്കിൽ പുറകെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി വഴക്ക് പറയുന്നുണ്ട്. വേണ്ട രേവതി, നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട്, പിന്നെന്തിനാ നീ ഇവരുടെയൊക്കെ കാല് പിടിക്കുന്നതെന്നും പറഞ്ഞിട്ട്. എന്നാൽ ഇത് പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കാതെ രേവതി വീണ്ടും ഇവരുടെ പുറകെ ചെല്ലുകയാണ്. സാറിൻ്റെ മകളാണ് ഇപ്പോൾ വിളിച്ചതെന്ന് എനിക്കറിയാം, മകള് പ്രഗ്നൻ്റ് ആണല്ലേ സാർ
സാറിൻ്റെ മകളെ പോലെ കരുതിക്കൂടെ എന്നെ? എൻ്റെ പ്രായമൊക്കെ അല്ലേ കാണുള്ളൂ. ദേ അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പുതിയൊരു കുഞ്ഞിന് വേണ്ടി പോവല്ലേ സാർ? ആ സമയത്തെങ്കിലും സാറ് ഞങ്ങൾ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാതെ സത്യം ഒന്ന് പറഞ്ഞുകൂടെ സാർ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇതിങ്ങനെ കുറേ തവണ കേൾക്കുമ്പോഴേക്കും പോലീസുകാരനും പെട്ടെന്നൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. കാരണം തൻ്റെ മകളാണല്ലോ, അതും ഡെലിവറിക്ക് വേണ്ടി പോവാണ്. ഇനി താൻ ഈ ഒരു കള്ളത്തരം പറഞ്ഞതിൻ്റെ പേരിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കോൺസ്റ്റബിളിനോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ആണെങ്കിൽ സച്ചിയെ ലോക്കപ്പിലിട്ട് ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടികളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണേ. ഈ സമയം പെട്ടെന്ന് തന്നെ കോൺസ്റ്റബിൾ ഇങ്ങനെ ഓർത്തിട്ട് സാർ പോകല്ലേ സാർ എന്നും പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനെ തടഞ്ഞു നിർത്തുകയാണേ. എന്താടോ, തനിക്ക് ലീവ് തന്നതല്ലേ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. സാർ, ഈ സച്ചി എന്ന് പറയുന്ന ആളുടെ കാറ് ശരിക്കും ബ്രേക്ക് കിട്ടാതെ തന്നെയാണ് സാർ അരുൺ സാറിൻ്റെ ബൈക്കിന് പോയി ഇടിച്ചത്. ആ വണ്ടി എടുത്തുകൊണ്ട് വരാൻ അരുൺ സാർ എന്നെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഞാൻ ആ വണ്ടി എടുക്കാൻ പോയ സമയത്താണ് ഒരു മൺകൂനയിൽ ഇടിച്ചിട്ട് എൻ്റെ കൈക്ക് ഫ്രാക്ചർ സംഭവിച്ചത്. അങ്ങനെ ഞാനൊരു മെക്കാനിക്കിനെ വിളിച്ച് കാണിച്ചപ്പോഴാണ് ആ മെക്കാനിക്ക് പറഞ്ഞത് ഈ ബ്രേക്ക് വയർ ആരോ അറുത്ത് വിട്ടതാണ്. അങ്ങനെ ഓയിൽ ഫ്ലൂയിഡ് ലീക്കായിട്ടാണ് ഇങ്ങനെ ബ്രേക്ക് കിട്ടാതായതെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയും ആകെ ഷോക്കായി പോവാണ് കേട്ടോ. കാരണം ആരോ അറുത്ത് വിട്ടതാണെന്ന് മെക്കാനിക്ക് പറഞ്ഞതാണല്ലോ. ഇത് കേൾക്കുമ്പോൾ സച്ചിയും രേവതിയും ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ സമയം ഇൻസ്പെക്ടർ വയ്ക്കുന്നുണ്ട്. എടോ, താൻ എന്തൊക്കെയായി പറയുന്നത്? ഇപ്പൊ താനല്ലേ പറഞ്ഞത് തൻ്റെ കൈ എവിടെയോ വെച്ച് വീണതാണെന്നൊക്കെ. എന്നിട്ടിപ്പോൾ ഒരു പോലീസുകാരനായിരുന്നിട്ട് നീതിയുടെ കൂടെ നിൽക്കേണ്ട താൻ തന്നെ എന്തൊക്കെയായി വിളിച്ച് പറയുന്നതെന്ന്. അല്ല സാർ, അതൊക്കെയാണ് ശരി. ശരിക്കും ബ്രേക്ക് ഇല്ലായിരുന്നു. പിന്നെ ഒരു മെക്കാനിക്കിൻ്റെ സഹായത്തോടു കൂടി വണ്ടിയുടെ ബ്രേക്ക് വയർ എല്ലാം റെഡിയാക്കിയാണ് ഞാൻ വണ്ടി ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് പറയുകയാണേ. എന്നിട്ട് താൻ ഇപ്പോഴാണോടോ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് അരുൺ സാറാണ് ഇപ്പം ഇതൊന്നും പറയണ്ട, അരുൺ സാറിന് സച്ചിയുമായിട്ട് എന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇത് പറയാതിരുന്നതെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ഇൻസ്പെക്ടറിന് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. എടോ, താനൊക്കെ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ഒരു സാധാരണ ജനങ്ങളുടെ കാവൽക്കാരാണ് പോലീസുകാരെന്ന് പറയുന്നത്. നിയമം കാത്തു സൂക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ളവരെ, പാവപ്പെട്ട ആളുകളെ ദ്രോഹിക്കാൻ തുടങ്ങിയ എങ്ങനെ ജനങ്ങൾ നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എടോ, താനൊരു പോലീസുകാരനാണോ അതോ ക്രിമിനൽ ആണോ എന്നൊക്കെ ചോദിച്ച് സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ വെച്ചിട്ട് അരുണിന് നല്ല പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയല്ല, ഒരാഴ്ചത്തേക്കിന് സസ്പെൻഷനും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയോടും രേവതിയോടും ഒരുപാട് മാപ്പൊക്കെ ചോദിച്ച് ഇൻസ്പെക്ടർ തന്നെ താക്കോലും കൊടുത്ത് ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആവണമെന്ന് വിചാരിക്കുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ. എന്തായാലും ഇതെൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്തായാലും താൻ ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ നിരപരാധിയായി മനുഷ്യൻ്റെ ജീവിതം തന്നെ നശിച്ചേനേന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് താക്കോലൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് പോകുന്ന സമയത്ത് രേവതി ഇങ്ങനെ മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ രേവതിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. രേവതി, എന്തായാലും നീ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഇപ്പോൾ സംഭവിക്കില്ലായിരുന്നു, നമ്മുടെ കാറും കിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അതൊന്നും അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ന്യായമായിട്ടുള്ള സത്യം മാത്രമേ ചെയ്യൂ എന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ പേരിലാണ് ഞാനിവിടെ പോരാടിയതും, അതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം അവിടെ ചന്ദ്രമതി ആണെങ്കിൽ ഭാമയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ, ആഘോഷിക്കുകയാണ്. കാരണം ശ്രുതിക്കല്ലല്ലോ, സച്ചിക്കാണല്ലോ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. സന്തോഷിക്കാൻ കിട്ടിയ അവസരം ചന്ദ്രമതി നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട്, സച്ചിയുടെ കാറ് ബ്രേക്ക് എങ്ങാണ്ട് പോയിട്ട് പോലീസുകാരനെ പോയി ഇടിച്ചിട്ടുണ്ട്, അവൻ്റെ ലൈസൻസ് തന്നെ കട്ടാക്കും, ഇനിയേ അവനും അവളും കൂടി ഒന്നിച്ചിരുന്ന് പൂ കെട്ടട്ടെ എന്നൊക്കെ പറയുകയാണേ. ഈ സമയം ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ എന്തായി പറയുന്നത്, ബ്രേക്ക് പോയെന്നോ? ആ അതേന്നേ, ഇവനൊക്കെ കള്ളും കുടിച്ചിട്ടേ ബോധമില്ലാതെയല്ലേ നടക്കുന്നത്,
പിന്നെ ആരോട് പറയാനാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ആഹ്ലാദിക്കുക. ഈ സമയം നമ്മുടെ ഭാമയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ശ്രുതി അതിനായിരിക്കുമോ താക്കോൽ എടുക്കാൻ പറഞ്ഞത്? സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് വയർ അവള് കട്ട് ചെയ്ത് കാണുമോ? ഈശ്വര, ഇതിന് ഞാൻ കൂട്ടു നിന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളം കൂടിയിട്ട് ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ ഞാൻ എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് സമാധാനമില്ലാതെ ഭാമയും ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ രവി ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താ മോനെ, എന്തായി കാര്യമെന്ന്? അച്ഛാ, പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിക്ക്. അതെ, എൻ്റെ വണ്ടിയും കിട്ടി, ദേ അച്ഛാ താക്കോല്. എൻ്റെ ലൈസൻസ് കട്ടി എന്ന് പറഞ്ഞത് അത് ക്യാൻസലും ചെയ്തു എന്ന് പറയാനേ. അപ്പോഴേക്ക് ശ്രുതി ഓടി വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അതൊരു പോലീസുകാരനെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞല്ലേ നിന്റെ ലൈസൻസ് കട്ടായത്? പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നേ? എന്താടാ, എനിക്കിനി ലൈസൻസ് കിട്ടണ്ടായിരുന്നു എന്ന് തന്നെയാണോ നീ വിചാരിക്കുന്നത്? അതല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പൊ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് ശരിയാണല്ലോ സച്ചിയേട്ടാ, ഇതിപ്പോ എന്താ പെട്ടെന്ന് സംഭവിച്ചേന്നേ? അതിനൊക്കെ അല്ലേടാ എൻ്റെ രേവതി ഉള്ളത്. എൻ്റെ രേവതിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും സ്റ്റേഷനിലിരുത്തി പോലീസുകാരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്നും പറഞ്ഞ് സംഭവങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് നമ്മുടെ ഭാമയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ആ പോലീസുകാരൻ പ്രത്യേകിച്ച് പറഞ്ഞത് മെക്കാനിക്കിനെ കാണിച്ചപ്പോൾ എൻ്റെ കാറിൻ്റെ ബ്രേക്ക് വയർ ആരോ കട്ട് ചെയ്ത് വിട്ടതാണെന്നാണ്. അങ്ങനെ ഫ്ലൂയിഡ് ലീക്കായാണ് ബ്രേക്ക് കിട്ടാത്തത്. അച്ഛാ, എൻ്റെ കാറിൻ്റെ കീ ഞാൻ മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓട്ടത്തിന് പോകുന്ന സമയത്ത് പോലും ഞാൻ അത് തറയിൽ വെക്കാറില്ല. പിന്നെ ആകെ കൊണ്ടുവെക്കുന്നത് ഈ വീട്ടിലാണ്. ആക്സിഡൻ്റ് ആവുന്നതിൻ്റെ തലേ ദിവസം രാത്രി എനിക്ക് വെച്ചെടുത്ത് നിന്നല്ല താക്കോലും കിട്ടിയത്. അപ്പൊ ഈ വീട്ടിലുള്ള ആരോ ആണ് അത് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ഭാമ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഭാമ ഇങ്ങനെ ചന്ദ്രയുടെ പുറകിലേക്ക് ഇങ്ങനെ മാറി തലകുനിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി നീ ഈ പറയുന്നത്? ഈ വീട്ടിൽ നിന്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിടണമെന്ന് ആരാഗ്രഹിക്കുന്നത്? അതും ഒരു ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിട്ട അയാളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. പിന്നെ നീ ചെയ്ത എന്തോ നന്മയുടെ ഗുണം കൊണ്ടാണ് ആർക്കും ഒന്നും സംഭവിക്കാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതല്ല അച്ഛാ, ഈ വീട്ടിനുള്ളിൽ നിന്ന് ആരെങ്കിലും താക്കോലെടുത്ത് കൊടുത്താലും പുറത്തു നിന്നാണേലും ആർക്കെങ്കിലും ചെയ്യാലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി സച്ചി ചെന്ന് നിൽക്കുന്നത് ശ്രുതിയുടെ മുമ്പിലാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ പരിഭ്രമിക്കുന്നുണ്ട്. ഇനി ശ്രീകാന്ത് വർഷയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ ഈ പറയുന്നത്? അവരെ കുറിച്ച് നമ്മളൊന്ന് സംശയിക്കാൻ പോലും പാടില്ലെന്നേ. സച്ചി പറയുന്നുണ്ട്, അതെന്തായാലും ഇല്ല, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ദേ ഈ ഓടിപ്പോയവനായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ നീ എന്താ പറഞ്ഞത്? നിന്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിട്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതെ, അങ്ങനെ ചിന്തിക്കാനായിട്ട് ഞാനെന്താ ക്രിമിനലാണോ? ഐ എം എ ബിസിനസ് മാൻ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സുധിയേട്ടൻ നമ്മുടെ ഏട്ടനല്ലേ. എന്തായാലും സച്ചിയേട്ടനെ കൊലപ്പെടുത്താനൊന്നും മാത്രം സുധിയേട്ടനും ചിന്തിക്കില്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞുണ്ട്, നീ പറഞ്ഞതിനകത്ത് ഒരു ന്യായമുണ്ട്. ബ്രേക്ക് വയർ കട്ട് ചെയ്തൊക്കെ വിടണമെന്ന് ചിന്തിക്കണമെങ്കിൽ കുറേയെങ്കിലും ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും അതിനുള്ള ബുദ്ധിയൊന്നും ഇവനില്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഒഴിവാക്കി വിടുകയാണേ. അപ്പോഴേക്കും വീണ്ടും സച്ചി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചന്ദ്രമതിയുടെ അടുത്ത് വരുന്നുണ്ട്. ഇനി അമ്മയാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും കേട്ടില്ലേ രവിയേട്ടാ, ഇവൻ പറയുന്നത് ഇവന്റെ കാറിന്റെ ബ്രേക്ക് വയർ ഞാൻ എന്തിനാ കട്ട് ചെയ്ത് വിടുന്നത്, എനിക്കെന്തിനാ താക്കോലെടുത്ത് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അമ്മ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? ഞാനൊന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, ഒരു സംശയം, ഈ വീട്ടിലെ ആരും ആവാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ രവിയേട്ടാ, എന്തായാലും ഞാൻ ഒന്നുമല്ലെങ്കിലും ഞാൻ പ്രസവിച്ച മകനല്ലേ ഇവൻ, ഇവനെ കൊല്ലാനായിട്ട് ഞാൻ നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറയാട്ടോ. അപ്പോഴേക്കും സച്ചിയുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്തായാലും അമ്മ എങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം, എന്നെ കൊന്നിട്ടൊന്നും അമ്മയ്ക്ക് പ്രത്യേകിച്ച് കിട്ടാനില്ലല്ലോ.
എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം അങ്ങ് മാറ്റി വിടുകയാണേ. രണ്ടുപേരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം അറിയാതെ പുറത്തു വരുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടേ. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്നാലും സച്ചിയേട്ടാ, എന്നാലും അതാരായിരിക്കും അങ്ങനെ ചെയ്തേനെ? ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയുടെ കണ്ണ് നേരെ ഭാമയിലേക്ക് ചെല്ലുന്നതേ. ഭാമ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണല്ലോ. അല്ല, ഭാമ ആൻറ്റി എന്താ വല്ലാതെ അങ്ങ് വിറയ്ക്കുന്നുണ്ടല്ലോ? എന്താ ഭാമ ആൻറ്റി? ഇനി ഭാമ ആൻറ്റിയാണോ താക്കോലെടുത്തതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ചന്ദ്ര ഇടയിൽ കയറുന്നുണ്ട്. ദേ എടാ, നീ പറഞ്ഞ് ഇനി ഭാമയുടെ തലയിലേക്ക് കയറണ്ട. അവൾക്ക് ഈ വീട്ടില് എല്ലാവരെ പോലെയും സ്ഥാനം ഇവിടെയുണ്ട്. 10-30 വർഷങ്ങളായിട്ട് എനിക്കുള്ള എൻ്റെ സുഹൃത്താണ് ഭാമ. നീ ആവശ്യമില്ലാതെ പറയണ്ടെന്നൊക്കെ പറയണേ. ഇപ്പൊ രവിയും പറയുന്നുണ്ട്, സച്ചി അങ്ങനെയൊന്നും പറയരുത്. ഭാമ നമുക്ക് എത്ര കാലമായിട്ട് അറിയാവുന്നതാ. ആ ഭാമ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ, കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് നടക്കുന്നതിന് തലേ ദിവസം രാത്രി ഭാമ ആൻറ്റി പതിവില്ലാതെ വന്നല്ലോ. രേവതി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, സച്ചിനെ കണ്ടാല് മനസ്സിനൊരു സുഖം കിട്ടുമെന്നും പറഞ്ഞെന്ന് ഭാമ ആൻറ്റി പറഞ്ഞപ്പോൾ അധികമായിട്ട് സുഖിപ്പിക്കുന്നവരെ ഒന്ന് സൂക്ഷിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എടാ ഓടിപ്പോയവനെ, നിനക്കൊരു കാര്യം അറിയാവോ? പാർലറേട്ടത്തി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം ഭാമയാൻറ്റി വഴിയാണ് ഈ വീട്ടിൽ അറിയിച്ചത്. അപ്പോൾ പാർലറേട്ടത്തിയും ഭാമയാൻറ്റി തമ്മിൽ നല്ലൊരു കണക്ഷൻ നിപ്പില്ലേ? ഇപ്പോഴാണെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആയ കള്ളത്തരവും മലേഷ്യ കള്ളത്തരവും എല്ലാം പൊളിച്ചത് ഞാനാണല്ലോ. അതിൻ്റെ ഒരു ദേഷ്യം പാർലറേട്ടത്തിക്ക് നന്നായിട്ട് എന്നോടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ താക്കോൽ എടുപ്പിച്ചത് പൗഡർ എടുത്തി ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ശ്രുതി ഇടയിൽ കയറി പറയുന്നുണ്ട്, ദേ സച്ചി, ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല. ശ്രുതി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ വീട്ടിൽ കയറി പറ്റാൻ അങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞത്. അല്ലാതെ നിന്നെ കൊല്ലാൻ നോക്കിയിട്ട് അവക്കെന്ത് നേടാനാണെന്നേ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ശ്രുതിയും അങ്ങനെയൊക്കെ സച്ചിയേട്ടനെ കൊല്ലാനൊക്കെ നോക്കുമോ? ഒന്നുമില്ലെങ്കിലും സച്ചിയേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി ഇടയിൽ കയറി പറയുന്നുണ്ട്, അതെ, നീ ഇനി കൂടുതൽ അങ്ങ് മിനുക്കി ചേട്ടൻ്റെ ഭാര്യയാക്കി അവളെ ഇരുത്തണ്ട. അത് കഴിഞ്ഞു പോയ കഥയാ. അവളിനി എൻ്റെ മോൻ്റെ ഭാര്യയല്ലെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ സമയത്ത് ആവശ്യമില്ലാത്ത ചർച്ച നടത്തണ്ട. സച്ചി, എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്ക്. ആ താക്കോൽ എടുത്തത് എങ്ങനെയാണെന്നും ബ്രേക്ക് വയർ കട്ട് ചെയ്തത് എങ്ങനെയാണെന്നും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് വർഷ ഓടി വന്ന് പറയുന്നുണ്ട്, എന്തായാലും സച്ചിയേട്ടന് നല്ല ഒരു ഇൻ്റലിജൻസ് മൈൻഡ് തന്നെയുണ്ട്. സച്ചിയേട്ടൻ എന്തായാലും അയാളെ കണ്ടെത്തുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള പൂരമാണ് എനിക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്നേ. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പതുക്കെ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഭാമ അങ്ങ് ധൃതി വെച്ചിട്ട്, എന്നാലേ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ഭാമേൻ്റെ വല്ലാണ്ടങ്ങ് വിയർക്കുന്നുണ്ടല്ലോ, എന്താ പെട്ടെന്ന് പോകുന്നതെന്നേ? അതെ, എനിക്കെന്തോ ഒരു ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. പിന്നെ സച്ചിയെ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്നോർത്ത് ഞാൻ വന്നതാണെന്നേ. അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ മുമ്പിലോട്ട് വന്ന് നിന്നിട്ട്, ഭാമയാൻറ്റിക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഭാമയാൻറ്റി മുഖത്ത് പോലും നോക്കുന്നില്ല. എന്താ ഭാമയാൻറ്റിയാണോ ഇവിടെ ഇരുന്ന് ആ താക്കോൽ എടുത്ത് കൊടുത്തതെന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ ഭാമ ആകെപ്പാടെ അങ്ങ് വിയർക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട്, അന്ന് ഭാമ സന്ധ്യയ്ക്ക് കയറി വന്നപ്പോഴും കോളിംഗ് ബെല്ലടിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഭാമ പറഞ്ഞു വിറയൽ കൊണ്ടാണ് അത്ര അടിച്ചു പോയതെന്ന്. അപ്പോൾ പിന്നെ ഇന്നും എന്താ ഈ വിറയൽ? എന്താ ഭാമേ, എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളെല്ലാം പുതിയതായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഭാമ ഇങ്ങനെ മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏയ് എന്താ സച്ചി ഇത്? ഞാൻ നിന്നെ ഒന്ന് കാണാമെന്നോർത്ത് വന്നതല്ലേ. എല്ലാവരും കൂടിയിട്ട് ഇതിപ്പോൾ എല്ലാം കൂടി എൻ്റെ തലയിലാക്കുമല്ലോ. എന്നാ ഞാൻ പോട്ടെ ചന്ദ്രേ, ഈ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന പോലും ഇല്ലെന്നും പറഞ്ഞിട്ട് ഭാമ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഭാമയുടെ ആ ഭാവമാറ്റവും വെപ്രാളം പിടിച്ചുള്ള പോക്കും ഒക്കെ നമ്മുടെ സച്ചിക്കും രേവതിക്കും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്.
ഈ സമയം ഭാമയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. എന്നാലും ആ കള്ളി ശ്രുതി ഇത്രയും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. അവളുടെ ബാഗ് ഡിക്കിയിലാണെന്നും എടുക്കാനാണെന്നും പറഞ്ഞ് താക്കോൽ എന്നിൽ നിന്ന് മേടിച്ചതാ. അവൾ എന്നിട്ട് ഇതുപോലൊരു ചതി ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഭാമ വീട്ടിലേക്ക് പോകുന്നത്. ചെന്ന ഉടനെ ശ്രുതിയെ കോൾ ചെയ്യുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ എന്താ ഭാമാൻറ്റി, എന്താ പ്രത്യേകിച്ച് വിളിച്ചത്? എനിക്ക് എന്നെ അന്വേഷിക്കാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ ഭാമയാൻറ്റി മാത്രമേ ഉള്ളല്ലോ. ഇപ്പം ഭാമയാൻറ്റിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചിട്ട് വിഷയം മാറ്റി അങ്ങ് സംസാരിക്കുകയാണേ. ഈ സമയം ഭാമ പറയുന്നുണ്ട്, ദേ നീ കൂടുതൽ കള്ളത്തരങ്ങളൊന്നും ഇനി നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. സത്യം പറ, നീ താക്കോല് മേടിച്ചിട്ട് ആരെ കൊണ്ടാണ്, നീ എന്തിനാണ് സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിട്ടേന്ന് ചോദിക്കുകയാണേ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് പോയെന്നോ? എന്താ ഭാമയാൻറ്റി പറയുന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇതെല്ലാം മീര കണ്ടിട്ട് മീരയ്ക്ക് ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മിണ്ടല്ലേന്ന് മീരയോട് കണ്ണ് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാമയാൻറ്റി പറയുന്നുണ്ട്, അതെ എന്തായാലും നീ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ശ്രുതി. എന്തായാലും നീയൊന്ന് സൂക്ഷിച്ചോ. സച്ചി എന്തായാലും ഉറപ്പായിട്ടും ആ കട്ട് ചെയ്ത് വിട്ട ആളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ചന്ദ്രയുടെ വീട്ടിൽ നിന്ന് ഉരുകി ഇറങ്ങിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്തായാലും നീ തന്നെ അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് ശ്രുതി അങ്ങ് കരയാണ് കേട്ടോ. ഭാമയാൻറ്റി എന്നാലും എന്നെ അങ്ങനെ സംശയിച്ചല്ലോ, ഞാൻ അത്രയ്ക്ക് ദുഷ്ടയാണോ? പിന്നെ ഞാൻ ആ താക്കോലെടുത്ത് ഡ്രസ്സ് എടുത്തതിന് ശേഷം അതുപോലെ തിരിച്ചു വെച്ചിട്ട് ഭാമയാൻറ്റി വന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭാമ, ഇനി നീ എൻ്റെ അടുത്ത് വരികയോ നീയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും രേവതി, ആരായിരിക്കും എൻ്റെ കാറിൻ്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്ത് വിട്ടതെന്നേ? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതൊക്കെ ഇപ്പോൾ വിട്, എന്തായാലും സത്യം ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സച്ചിയേട്ട സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നു പറയുകയാണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, എന്തായാലും ഇനി എനിക്ക് കിടന്ന് ഉറക്കം വരില്ല. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഈ സച്ചി തന്നെ കണ്ടെത്തുമെന്ന് പറയുകയാണേ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നീ ആ ആൻ്റണിക്കിട്ട് അടി കൊടുത്തതിന് പകരമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പോൾ അവൻ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. പിന്നെ എന്തായാലും എൻ്റെ വണ്ടിയുടെ താക്കോല് ഈ വീട്ടിൽ നിന്ന് ആരാണ് എടുത്ത് അവനെ ഏൽപ്പിച്ചതെന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്തിയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ സച്ചി ആൻ്റണിയെ പൊക്കും. ആൻ്റണി നേരെ ശ്രുതിയുടെ തലയിൽ എടുത്തിടുകയും ചെയ്യട്ടോ. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.